ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. മനുഷ്യന്റെ 5 ഇന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പർശം എന്നത്. കാണാനും കേൾക്കാനുമുള്ള കൃത്രിമ ഉപകരണങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യ നാഡികളേക്കാൾ 1000 ഇരട്ടി വേഗത്തിൽ മർദ്ദവും ചൂടും തിരിച്ചറിയാൻ കഴിവുള്ള കൃത്രിമ ചർമ്മം നിർമ്മിച്ചിരിക്കുകയാണ് ഗവേഷകർ ഇന്ന്. ഭാവിയിൽ കൃത്രിമ അവയവങ്ങളിലും റോബോട്ടുകളിലും വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കണ്ടുപിടുത്തമാണ് സിംഗപ്പൂർ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ബെഞ്ചമിൻ ടിയും സഹപ്രവർത്തകരും കൂടി വികസിപ്പിച്ചെടുത്ത ഈ ഒരു കൃത്രിമ ചർമ്മം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു സെൻസർ ഈ ഒരു ചർമ്മത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്ത ഒരു ഓർഗൻ സമീപ ഭാവിയിൽ നിർമ്മിക്കുമ്പോൾ അതും നമുക്ക് തൊടുമ്പോഴും അല്ലെങ്കിൽ ചൂടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. ഈ ഒരു ആർട്ടിഫിഷ്യൽ സ്കിൻ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബറിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും സമ്മിശ്ര രൂപമായ വസ്തുവും അതോടൊപ്പം തന്നെ 1 mm സ്ക്വയർ വലിപ്പമുള്ള സെൻസറുകളും കൊണ്ടാണ്. സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സെൻസറിന്റെ പ്രവർത്തന രീതി തന്നെയാണ്. ഇപ്പൊ സാധാരണ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലാണെങ്കിൽ വ്യത്യസ്ത സെൻസറിൽ നിന്നുള്ള സിഗ്നലുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ സമയം ആവശ്യമാണ്. എന്നാൽ ഈ ഒരു കൃത്രിമ ചർമ്മത്തിലുള്ള സെൻസറുകളിൽ നിന്നെല്ലാമുള്ള ഇലക്ട്രിക് പൾസ് ഒരേ സമയമാണ് റിസീവറിൽ എത്തുക. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ വയറിലാണ്. മനുഷ്യന്റെ സ്കിന്നിലുള്ള സെൻസറുകൾ സെക്കൻഡിൽ 1000 തവണയാണ് സിഗ്നൽസ് അയക്കുന്നത്. എന്നാൽ ഈ കൃത്രിമമായി നിർമ്മിച്ച സ്കിന്നിൽ സെക്കൻഡിൽ 90 ലക്ഷം സിഗ്നൽസ് ആണ് അയക്കാൻ സാധിക്കുക. അതായത് മനുഷ്യന്റെ നിലവിലുള്ള സ്പർശനത്തേക്കാൾ 1000 ഇരട്ടി വേഗത്തിൽ നമുക്ക് സ്പർശനം തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടുക കൃത്രിമ അവയവങ്ങളുടെ നിർമ്മാണത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളിലുമായിരിക്കും. യഥാർത്ഥ അവയവങ്ങളെ പോലെ തന്നെ ചൂടും തണുപ്പും മർദ്ദവും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യ രംഗത്ത് വലിയൊരു മുന്നേറ്റമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ടൈം കാണാം. ബൈ.